നമസ്കാരം. നവകേരള സദസ്, നവകേരള ധൂർത്ത്, ഉമ്മൻചാണ്ടി എന്ന ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങളുമായി സമ്പർക്കം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ പരാതികൾ കേട്ട് അവരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തതിന്റെ ആ ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ ആ വേദന, ആ വേർപാടിന്റെ വേദന കൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചപ്പോൾ ജനകോടികൾ അദ്ദേഹത്തിനോടൊപ്പം പോയപ്പോൾ അത് കണ്ടിട്ട് തനിക്കും ഈ ഭരണകാലത്ത് അത്തരത്തിലുള്ള ഒരു ഒരു പിന്തുണ വേണം, തന്നെയും ഇതുപോലെ ജനം ആദരിക്കണം എന്ന് കരുതി ഉണ്ടാക്കി വെച്ചതാണ് ഒരു നവകേരള സദസ് എന്ന ഒരു യാത്ര. അതിനു വേണ്ടിയിട്ട് കുറെ ധൂർത്തടിച്ചിട്ട് ഒരു ബസ്സും ഉണ്ടാക്കി. എന്നാൽ ബസ് മാത്രമാണെങ്കിൽ തിരക്കേടില്ല. ആ ബസ്സിന്റെ പിന്നാലെ ഈ മന്ത്രിമാർക്ക് പോകാനുള്ള കാറുകൾ. ജനദുരിത യാത്രയായിരുന്നു ശരിക്കും ആ യാത്ര കൊണ്ടുണ്ടായത്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നവകേരള സദസ് എന്ന ആ യാത്ര കൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതേ മന്ത്രിമാർ ആരും തന്നെ അവരുടെ പരാതി അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. അന്ന് തങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന, പരാതി പറയേണ്ടി വന്ന അതേ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീണ്ടും പരാതി കൊണ്ട് ചെന്ന് അവരിൽ നിന്ന് അവഹേളനം കേൾക്കേണ്ടി വന്നു എന്നതൊഴിച്ചാൽ ഈ മന്ത്രിമാരെ കുറിച്ച് മന്ത്രിമാരെ കൊണ്ട് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടിയത്? മന്ത്രിമാർക്ക്, പിണറായി അടക്കമുള്ളവർക്ക് പൗരപ്രമുഖരുടെ വീട്ടിൽ, പണച്ചാക്കുകളുടെ മുന്നിൽ അവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇത്തരം യാത്രകൾ ഇത് ശരിയല്ല, ഇത് നീതികേടാണ് എന്ന് സർക്കാരിന്റെ ഈ പോക്ക്, അതായത് ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് ഈ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഒരു കരിങ്കൊടി എടുത്ത് കാണിച്ചു. ദൂരെ നിന്ന് പോകുന്ന മുഖ്യമന്ത്രിയെ മറ്റുള്ളവരെയും ഒരു കഷ്ണം തുണി, ഒരു കറുത്ത തുണി പൊന്തിച്ച് കാണിച്ചതിന് നവകേരള രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു പേരിട്ടു. ആ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളവർ, ആലപ്പുഴയില് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ അടിച്ച് തല പൊട്ടിച്ചവർ, അടിച്ചൂറക്കിട്ടവർ, അവരൊക്കെ SITക്ക് മുന്നിൽ പൊട്ടിക്കരയാണ് ആ പോലീസുകാർ. കാരണം അവർക്ക് മനസ്സിലായി തങ്ങൾ ചെയ്തത് ഈ പിണറായിനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി ഇനി മൂന്നാമത് ഭരണത്തിൽ വരുമെന്നൊക്കെ കണ്ടുകൊണ്ട് തങ്ങളെ സംരക്ഷിച്ചോളും എന്നൊക്കെ കരുതി ചെയ്തത് മഹാ അബദ്ധമായി എന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർക്കിക്കുക. അതിലൊരാളിപ്പോൾ MLA ആയത് നമ്മൾ കണ്ടു. ഇപ്പോൾ അതേ പോലീസുകാർക്ക് മുന്നിൽ ചെന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട്. പഴയ വിനകൾ ഒന്നൊന്നായി തേടിയെത്താണ്. അതായത് ഒരു കർമ്മ തിരിച്ചടിക്കാണ്. കട്ടക്കലിപ്പിലും ഒടുവിൽ കടും കണ്ണീരിലുമാണ് കേരള പോലീസ് എന്ന് മനസ്സിലാക്കണം. നവകേരള സദസ്സിന്റെ കാലത്ത് കരിങ്കൊടി കാണിച്ച പിള്ളേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും CPM ഗുണ്ടകളും ചേർന്ന് ഹെൽമറ്റും കമ്പിപടിയും കൊണ്ട് തലക്കടിച്ച് ചോരയൊഴിക്കപ്പോ അതിന് കാവൽ നിന്നവർക്ക് ഇപ്പോൾ കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കണം. നവകേരള രക്ഷാപ്രവർത്തന കേസ് അന്വേഷിക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് SITന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ള ഗ്രേഡ് SIമാർ ഒടുവിൽ സഹികെട്ട് പൊട്ടിക്കറിഞ്ഞിരിക്കുന്നു എന്ന നാണം കെട്ട വാർത്ത പുറത്തു വരുന്നത്. അന്ന് രക്ഷാപ്രവർത്തനം എന്നാ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരെ അടിച്ച് തല പൊട്ടിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തിയതാണ് അത്രേ. ഇന്ന് SITക്ക് മുന്നിൽ അവർ നിലവിളിക്കുക, നാണം കെട്ട് നിലവിളിക്കുന്നു. VD സതീശനടക്കമുള്ള നേതാക്കൾ അന്ന്, പ്രതിപക്ഷ നേതാക്കൾ അന്ന് ഈ ക്രൂരതയ്ക്കെതിരെ നിയമസഭയിലും തെരുവിലും ഒച്ചവെച്ചപ്പോ കുട്ടികളെ ജീപ്പിൽ നിന്നും പിടിച്ചു മാറ്റാനുള്ള രക്ഷാപ്രവർത്തനമാണ് എന്റെ ഗൺമാൻ നടത്തിയത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. അന്ന് ആ പിള്ളേരെ റോഡിലിട്ട് തല്ലി ചതച്ചിട്ട് അവർ ജീവന് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി ഇതുപോലെ തന്നെ തെരുവിൽ കിടന്ന് നിലവിളിച്ചിട്ടില്ലേ, തങ്ങളെ തല്ലി ചതക്കരുതേ എന്ന്. ആരാണത് കേട്ടത്? അന്ന് അധികാരത്തിന്റെ തണലിൽ ആ പിള്ളേരുടെ നിലവിളി ആസ്വദിച്ച അതേ പോലീസുകാർ ഇന്ന് സ്വന്തം തൊപ്പിയും പണിയും ഒക്കെ തെറിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ SITക്ക് മുന്നിലിരുന്ന് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി പൊട്ടുക, വിങ്ങി പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അന്ന് ആ പിള്ളേർ കരഞ്ഞതിന്റെ മുന്നിൽ ഇതൊക്കെ എന്തോന്ന് നിലവിളി, ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇതിനേക്കാൾ ഉറക്കെ ചങ്കു പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഇവിടെ വീണ വിജയന്റെ ഈട് റെയ്ഡുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട സഖാക്കൾ, ആ സഖാക്കളോട് ഇറങ്ങി നിരത്തല എന്ന് പറഞ്ഞ ഉന്നത നേതാക്കളുടെ നിർദ്ദേശം ഉണ്ടല്ലോ, അത് കേട്ടിട്ട് അവർ ജയിലിലേക്ക് പോയി. അതുപോലെ ഈ പോലീസുകാരെ അങ്ങോട്ട് ഇറങ്ങി നിരത്തല, രക്ഷാപ്രവർത്തനം ഞങ്ങൾ പറഞ്ഞോളാം എന്നാൽ നിരത്തിയതിന്റെ ആ ഉന്നതരുടെ നിർദ്ദേശം ഉണ്ടല്ലോ, അത് കേട്ടിട്ട് അടിച്ചപ്പോ ആ അടിക്ക് ഉത്തരവിട്ടവർ അവരെല്ലാവരും കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. പോലീസുകാർ ഒറ്റയ്ക്കായി. ചോദ്യം ചെയ്യലിൽ അവർ പറഞ്ഞത്രേ തങ്ങളെ ബലിയാടാക്കുകയാണ്, അതായത് തങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളോട് പറഞ്ഞതാണ്, ഉത്തരവിട്ടാൽ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ആ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു നോട്ടവുമില്ലാതെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുക, എവിടെയാണ് കൊള്ളേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് കൊള്ളുന്നൊന്നും നോക്കുന്നില്ല. അവരിനി ജീവിക്കേണ്ടവരാണ് എന്നുപോലും നോക്കാതെയാണ് തലങ്ങും വിലങ്ങും അടിച്ച് ഊറക്കിട്ട് കളഞ്ഞത്. പാർട്ടി ഗുണ്ടകൾക്കും ഗൺമാനും തല്ലാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ അന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു അത്രേ. ഇപ്പൊ കേസും കോടതിയുമായപ്പോ ഉന്നതന്മാരെല്ലാവരും മുങ്ങി, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ വീണ
വിജയന്റെ കേസിന്റെ കാര്യം പറഞ്ഞതുപോലെ നേതാക്കൾക്ക് സുഖനിദ്ര, എന്താ പറയാ ജീവിതം. അവിടെ പാവം സഖാക്കള് അകത്തായി എന്ന് പറയുന്ന പോലെ ഇവിടെ കുറെ പോലീസുകാരും വെട്ടിലായി. ഏതായാലും വഴിവിട്ട ഒരു സഹായം ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകർക്ക് കൊടുക്കേണ്ട എന്ന് തന്നെയാണ് പുതിയ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ പോലീസ് വകുപ്പില് ഒരു ശുദ്ധീകരണം നടക്കുന്നതായിട്ടുള്ള വാർത്തയിലൂടെ മനസ്സിലാക്കുകയാണ്. സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായി, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. ഇപ്പോ പഴയ രക്ഷാപ്രവർത്തന ഫയലുകളെല്ലാം SIT ഇങ്ങനെ പൊടി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിയമം ലംഘിച്ച ഒരുവനെയും ഒരുത്തനെയും വെറുതെ വിടില്ല എന്നുള്ള സതീശന്റെ കർക്കശ നിലപാട് അത് അന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സമാധാനം പറയിക്കേണ്ടി വരുമെന്നുള്ളത്. ഭരണത്തിൽ കയറിയ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൂചന കൊടുത്തിരുന്നു ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുള്ളത്. ഇപ്പൊ പോലീസുകാരുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടുകയാണ്. ഗവൺമെന്റ് അനിൽകുമാറും പാർട്ടിക്കാരും മാത്രമല്ല, അവർക്ക് കൂട്ടുനിന്ന പോലീസുകാരും ഒക്കെ അഴിക്കുള്ളിലുമാണെന്ന് ഏകദേശം ഉറപ്പാണ്. അണിയറയില് വലിയ പരിഭ്രാന്തിയും അതുകൊണ്ട് തന്നെയാണ്. ഇവരുടെ പൊട്ടിക്കരച്ചിലും പൊട്ടിത്തെറിക്കലും നെഞ്ചത്തടിയും നിലവിളിയും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് തെരുവിൽ ഗുണ്ടായിസം കാണിക്കാനും അതിന് കൊടപിടിക്കാനും ഇറങ്ങുന്ന പോലീസുകാർക്ക് ഇതൊരു വലിയ പാടാണ്. അന്ന് ചോരയൊലിപ്പിച്ച് കിടന്ന പിള്ളേരുണ്ടല്ലോ, ആ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിട്ടുള്ള ആ പിള്ളേരുണ്ട്, അവരുടെ ശാപം ഉണ്ടല്ലോ ഈ SIമാർ SITക്ക് മുന്നിൽ കരഞ്ഞു തീരുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് പിണറായി വിജയൻ പഠിപ്പിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോ സ്വന്തം പോലീസുകാരുടെ നെഞ്ചത്തോട് തന്നെ തിരിച്ചു കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ അവർ കയറ്റിയിരിക്കുന്നു. പിണറായി രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. പിണറായി ഇപ്പൊ സ്വന്തം മകളുടെ ജീവനവും അതിലൂടെ സ്വന്തം ജീവിതവും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഈ പറഞ്ഞ പോലീസുകാരെയോ അല്ലെങ്കിൽ ഇവിടെ വീണയ്ക്ക് വേണ്ടിയിട്ട് ജയിലിലായിട്ടുള്ള സഖാക്കളെയോ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമയമില്ല എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഈ പോലീസുകാർക്ക് നെഞ്ചത്തടിക്കാതെ എന്ത് ചെയ്യാനാ? ഇതാണ് കാലം എന്ന് പറയുന്നത്. പണ്ടൊക്കെ പിന്നെയാണ്, പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ കൈയോടെ കിട്ടും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ, അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അശരണരായിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിന്റെ ഗർവിൽ ആരുടെയെങ്കിലും കണ്ണുനീര് വീഴ്ത്തിയാൽ, ആരുടെങ്കിലും ജീവിതത്തിൽ പാപക്കറ വീഴ്ത്തി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ സ്പോട്ടിൽ തന്നെ കിട്ടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. Different angles. Don't forget to subscribe and support this channel.